പ്രശസ്തരായ വളരെ ആളുകൾ എടുത്തു നോക്കിയാലും അവർക്ക് അധികം ലൈഫില്ല. പക്ഷെ ആ ഇരുന്ന സമയം കൊണ്ട് അവർ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങൾ വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളുടെ എല്ലാം ഓറ നോക്കിക്കോ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഓറയായിരിക്കും. ഇപ്പൊ ആജ്ഞാ ചക്രം വളരെയധികം ഉദ്ദീപനമുള്ള ഒരു വ്യക്തിക്ക് ആജ്ഞാശക്തി കൂടുതലായിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടുകളോടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് എതിർപ്പുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീപെരുമ്പതൂരിൽ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു, പക്ഷേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം മരണം വരിച്ച പോലെയാണ് അത് സംഭവിച്ചത്. ഒരു വ്യക്തി ജനിച്ചു, അത് മരിക്കുന്നത് ഇന്ന സമയത്താണെന്നുള്ളത് നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് മാറ്റാൻ പറ്റില്ല. അത് നമ്മുടെ വിധിയാണ്. എല്ലാ സോളുകൾക്കും ഇത് ചെയ്യാനുള്ള ഡെസ്റ്റിനി ഉണ്ടാവില്ല. നല്ലൊരു മാസ്റ്ററുടെ കീഴിൽ ചക്രാധ്യാനം, കുണ്ടലിനി ധ്യാനം, ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് പോകുന്ന ധ്യാനമുറകൾ അഭ്യസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് വരാറുണ്ട്. പിന്നെ കുറേ നമ്മൾക്ക് ജന്മന കിട്ടുന്നതാണ്. എല്ലാ സോളുകൾക്കും ഇത് ചെയ്യാനുള്ള ഡെസ്റ്റിനി ഉണ്ടാവില്ല. അതാ ഈ പറഞ്ഞ കലാകാരന്മാരുടെ അപ്പുറത്തേക്കും ചില രാഷ്ട്രീയക്കാരുടെയൊക്കെ നിലപാടുകൾ പ്രകാരമൊക്കെ നമുക്ക് വലിയ എതിർപ്പുകൾ ഉണ്ടാവും, വലിയ താല്പര്യം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടുകളോടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് എതിർപ്പുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ പണ്ട് കാലത്തെ അല്ലെങ്കിൽ പാർലമെന്റിലേക്കൊക്കെ നടക്കുന്ന കുറേ അധികം റീൽസുകളൊക്കെ വൈറലാകുമ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ നിലപാട് വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഓറ ഭയങ്കര വലുതായിരുന്നു. ഈ ഓറയൊന്നും പിന്നീട് ഉണ്ടായിരുന്ന പല പൊളിറ്റീഷ്യൻസിനും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് നമുക്കൊരു ഈ പറയുന്ന സംശയങ്ങൾ തോന്നുന്നത്, അതെന്ത് ഓറയായിരിക്കാം ഇവർക്കുള്ളത്? ഇത്രയധികം എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും ഈ പറയുന്ന രാഷ്ട്രീയ വ്യത്യാസം തന്നെ വീണ്ടും വീണ്ടും അവരെ പറ്റി നമ്മൾ ആ ഓറയെ പറ്റി സംസാരിക്കുന്നത്. അതിന് കാരണം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ജന്മോദ്ദേശം അതാണ്. അവരുടെ ജന്മത്തിലെ തന്നെ അവരുടെ ഓറ വളരെ ശക്തിമത്തായിട്ടുള്ള ഓറയായിരിക്കും അവർക്ക്. പിന്നെ ബാക്കി അവരുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, പിന്നെ അവരുടെ മേധാവിത്വം. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോൾ ആജ്ഞാ ചക്രം വളരെയധികം ഉദ്ദീപനമുള്ള ഒരു വ്യക്തിക്ക് ആജ്ഞാശക്തി കൂടുതലായിരിക്കും. അവർ പറഞ്ഞാൽ നോ പറയാൻ പറ്റില്ല. സൈനിക മേധാവികൾ കമാൻഡർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഇല്ല. യെസ് എന്ന് പറഞ്ഞോളണം, നോ എന്ന് പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ ആജ്ഞാശക്തി കൂടുതലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ പോലുള്ള വ്യക്തികൾ ആജ്ഞാശക്തി നല്ല കൂടുതലുള്ള വ്യക്തിയാണ് അവർ. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. ആജ്ഞാശക്തി വളരെ കൂടുതലാണ്. ആജ്ഞാശക്തി കൂടുതലില്ലാത്ത ഒരു സ്ത്രീക്ക് ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? അവരാ ഇരുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലത്തുമൊക്കെ ഉരുക്ക് വനിതയെപ്പോലെ പിടിച്ചു നിന്നു. മാർഗരറ്റ് താച്ചർ, അതുപോലെ ബ്രിട്ടീഷ് രാജ്ഞി, ഇവരൊക്കെ തന്നെ അവരുടെ ഓറ വേറെ ലെവലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പ്രിൻസസ് അതെ മരിച്ചിട്ടും അവർ ഇന്നും ഓർക്കുകയാണ്. ഇത്ര കാലങ്ങൾക്ക് ശേഷം ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ അധികം എനിക്ക് സമൂഹ മാധ്യമങ്ങളൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവായി വന്നതിന് ശേഷമാണ് പ്രിൻസസ് ഡയാനയെ പറ്റി കേൾക്കുന്ന ഒരു രീതി. പ്രിൻസസ് ഡയാനയുടെ ആ ഒരു ഓറ, അതേപോലെ തന്നെ അവരുടെ ഓരോ വാക്കിലാണെങ്കിലും നിലപാടുകളാണെങ്കിലും അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ, മഹാത്മാഗാന്ധിയുടെ ഓറ എങ്ങനെയാണ്. ഇപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം നെപ്പോളിയൻ ഹില്ല് 500-ലധികം ആളുകളെ വിജയിച്ച ആളുകളെ പഠിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നതിൽ ഒന്ന് മഹാത്മാഗാന്ധി, വേറൊന്ന് മുഹമ്മദ് നബി. എങ്ങനെ ഇവർ ഇത്രയധികം സ്വാധീനിച്ചു മറ്റുള്ളവരെ? അപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ പറയുന്ന മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, പ്രിൻസസ് ഡയാന, അബ്രഹാം ലിങ്കൺ, ഈ മൂന്നാൾക്കാരെ സംബന്ധിച്ച് ഓറ അവരുടെ ലെവല് ഉയർന്നു നിൽക്കുന്നതാണ്. മരണശേഷവും അവരുടെ ഓറയെ പറ്റി അവർ സ്മരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ അകാല മരണം സംഭവിച്ച ആൾക്കാരല്ലേ, അതെന്തുകൊണ്ടാണ്? അത് ഡിപ്പെൻസ്. അവരുടെ ഡെസ്റ്റിനി അങ്ങനെയാണ്. ഒരു വ്യക്തി ജനിച്ചാൽ മരിക്കണം. ഇപ്പൊ രാജീവ് ഗാന്ധി വധിക്കപ്പെടണം എന്നായിരുന്നു അദ്ദേഹത്തിന് വിധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോട് പോകണ്ടെന്ന് ശേഷൻ TN ശേഷൻ അദ്ദേഹത്തോട് ജ്യോതിഷം നോക്കിയിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ പോകരുത്, ശ്രീപെരുമ്പതൂരിൽ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം മരണം വരിച്ച പോലെയാണ് അത് സംഭവിച്ചത്. അദ്ദേഹം മരിക്കും എന്നുള്ളത് ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. അതായത് ഒരു വ്യക്തി ജനിച്ചു, അത് മരിക്കുന്നത് ഇന്ന സമയത്താണെന്നുള്ളത് നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് മാറ്റാൻ പറ്റില്ല. അത് നമ്മുടെ വിധിയാണ്. ജനിച്ചാൽ മരിക്കണം. അതെന്ന്, എപ്പോൾ, എങ്ങനെ എന്നുള്ളത് അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ അവിടെ ഒരു ബോംബ് സ്ഫോടനത്തിൽ മരിക്കണം എന്നാണ്, ആ ഒരു പ്രായത്തിൽ മരിക്കണം എന്നാണ് രാജീവ് ഗാന്ധിക്ക് യോഗമെങ്കിൽ അത് സംഭവിക്കുന്നത്. അവരുടെ ഉള്ളിൽ നിന്നപ്പോൾ ആ ഒരു അലർട്ട് കിട്ടുമോ? ഇതെന്റെ ചിലപ്പോൾ അവസാനത്തെ, ഇത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയുടെയും കേട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു സമയത്തേക്ക് അങ്ങോട്ട് പോകരുത് എന്ന് വിലക്കിയിരുന്നു, എന്നിട്ടും മനഃപൂർവ്വം പോയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പലരും ഒഴിവാക്കിയിട്ടാണ് അന്ന് ആ സമയം പോയത്. ഇപ്പൊ രാജീവ് ഗാന്ധിയുടെ കേൾക്കുന്നു, പ്രിൻസസ് ഡയാനയുടെ കേൾക്കുന്നുണ്ട്. അന്ന് ഒഴിവാക്കാൻ പറ്റാമായിരുന്ന ഒരു യാത്രയായിരുന്നു, എന്നിട്ടും ഡയാന പോയതാണെന്ന്. പക്ഷെ അത് തലയിലെടുത്താണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല. അതങ്ങനെയാണ് അവർ മരിക്കണം എന്ന് നിശ്ചയിച്ചേക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് നിശ്ചയിക്കുന്ന അതേ രീതിയിൽ തന്നെ അത് സംഭവിച്ചിരിക്കും.
അവരെ ആ ഒരു ഡിവൈനിറ്റി പിന്നെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ആരുടെ? വീണ്ടും ഇവര് മരണപ്പെട്ടതിന് ശേഷം ഇതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പിന്നെയും നമ്മൾ അവരെ പറ്റി എന്തെങ്കിലും സന്ദർഭാനുസൃതമായിട്ട് മാത്രമേ അത് സംസാരിക്കൂ. അവര് ഇവിടെ ഇട്ടിട്ട് പോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്, അതിന്റെ ഇമ്പാക്റ്റാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ആളുകൾ വീണ്ടും അവരെ സ്മരിക്കുന്നത്. ഒരുപക്ഷെ വല്ല അസുഖം വന്ന് മരിച്ചതായിരുന്നുവെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രാജീവ് ഗാന്ധിനെയോ ഇന്ദിരാഗാന്ധിയോ ഒന്നും ചിലപ്പോൾ നമ്മൾ അധികം ഇത്ര ഇങ്ങനെ അങ്ങ് സ്മരിക്കുന്നുണ്ടാവില്ല. അവരുടെ പ്രവൃത്തി തലങ്ങൾ അനുസരിച്ച് നമ്മൾ അത് ഓർമ്മിച്ചുകൊണ്ടിരുന്നത് അവര് സംഭാവനകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുഹമ്മദ് റഫി എന്ന് പറയുന്ന ഒരു ഗായകൻ ഒന്നേ ഉള്ളൂ, ലെജൻഡറിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ലെജൻഡാണ്. അതേപോലെ പാടാൻ പിന്നെ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം അസുഖം വന്ന് മരിച്ചാലും അയാൾ ഓർക്കുന്നില്ലേ ആ മനുഷ്യനെ? കാരണം അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന ആ തലമാണ്, വേറൊരു തലമാണ്. അത് വേറൊരാൾക്ക് അത് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ആളുകൾ കേൾക്കും. ഞാനൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പൊ അവരുടെ ഈ പറയുന്ന ഓറനെ ഒന്ന് ഡിഫറെന്റ് ആക്കാൻ പറ്റുന്ന ആൾക്കാർ വീണ്ടും ഇവിടെ ഉണ്ടാവാത്തത് കൊണ്ടാണോ വീണ്ടും ഇവര് ഇങ്ങനെ തന്നെ നിൽക്കുന്നത്? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ആ ലെവലിലേക്ക് എത്താൻ പറ്റുന്ന ആൾക്കാർ വരുമ്പോൾ അവരങ്ങനെ അറിയപ്പെടും. അപ്പൊ അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ തന്നെ എഫേർട്ട് ഇട്ടിട്ട് അതിനെ ആ തലത്തിലേക്കൊക്കെ എത്തിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനൊരു വിധിയും കൂടി വേണം. അതിനുള്ളൊരു യോഗം എന്ന് പറയും. ഇപ്പോൾ യോഗശാസ്ത്രത്തിൽ യോഗയെ പറയുന്നത് എന്താണ്? ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സംയോഗം, യൂണിയൻ ഓഫ് അവർ സോൾ ടു ഡിവൈൻ സോൾ. അപ്പോൾ ആ യോഗം എന്ന് പറയുന്നത് ആ യോഗമുള്ളവനെ കിട്ടുള്ളൂ. അല്ലാത്തവനിപ്പോൾ റോട്ടിൽ പട്ടിണിപ്പാവമായിട്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉരിച്ചാൻ വയറിന് എന്താണെന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത, ആ മനുഷ്യൻ്റെ ചിന്ത. ആ മനുഷ്യന് യോഗവും അതുപോലെ തന്നെ യോഗാശാസ്ത്രവും ഒക്കെ പഠിക്കാനായിട്ട് മനസ്സുണ്ടാവും? ഇങ്ങനെയുള്ളവരല്ലേ ലോകത്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിലേക്ക് പോകുന്നവർ വളരെ റെയർ ആയിരിക്കും. അത് ജന്മോദ്ദേശം കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച വേറൊരു ചോദ്യമാണ്, അധികം നാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന്. വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ എത്ര നാൾ ജീവിച്ചിരുന്നു? ജീസസ് ക്രൈസ്റ്റ് എത്ര നാൾ ജീവിച്ചിരുന്നു? പ്രശസ്തരായ വളരെ ആളുകളുടെ എടുത്ത് നോക്കിയാലും അവർക്ക് അധികം ലൈഫില്ല. പക്ഷെ ആ ഇരുന്ന സമയം കൊണ്ട് അവർ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങൾ വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നും ചിക്കാഗോ സ്പീച്ച്, അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം, ചിക്കാഗോയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ റൂസ്വെൽറ്റ്, പിന്നെ എബ്രഹാം ലിങ്കൺ, ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ്, ഇവരെയൊക്കെ ഇപ്പോഴും ഓർക്കുകയല്ലേ? അവരുടെ ആ ഒരു പ്രസംഗം പോലും ഇപ്പോൾ പുസ്തകങ്ങളാക്കിയിട്ടും യൂട്യൂബിലൊക്കെ അത് ലൈവായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും, അവരുടെ സ്പീച്ച്. അപ്പോൾ അവർ പറഞ്ഞ വാക്കുകളുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അവരുടെ ഓരോ ആ ലെവലാണ്. അതുകൊണ്ടാണ് ഇന്നും അവർ മറക്കാത്തത്. ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളുടെ എല്ലാം ഓറ നോക്കിക്കോ, ഹൈ ഫ്രീക്വൻസിയിലുള്ള ഓറയായിരിക്കും. ലോകത്തെവിടെയും ജാതി മത ഭേദമന്യേ. ഇതൊരു അമാനുഷികപരമായ കാര്യങ്ങളൊന്നും അല്ല സാറ് പറഞ്ഞത്. അതുകൊണ്ട് കുറച്ചുകൂടെ ആൾക്കാർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.